The next topic is the convergence and divergence of the series. നമ്മൾ സീക്വൻസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും കാണാൻ നമുക്കറിയാം അല്ലെ. ലിമിറ്റ് കണ്ടിട്ട് ആണ് നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ കൺവേർജന്റ് ആണ്, അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പോൾ സീരീസിന്റെ കൺവേർജൻസ്, ലെറ്റ് സിഗ്മ I equal to 1 to infinity ai be a series of real numbers with the partial sums Sn equal to a1 plus a2 plus etc plus an. n belongs to n. അപ്പോൾ അതിൽ കൺവേർജൻസ് എങ്ങനെയാണെന്ന് പറയാം. If the sequence Sn of partial sum converges to a limit s, then we say that the series sigma I equal to 1 to infinity ai converges and that the sum of the series is s. We write a1 plus a2 plus etc an plus etc equal to sigma I equal to 1 to infinity ai which is equal to s. അപ്പോൾ ഈ സീരീസിന്റെ സമ്മ് എസ് ആണ് നമുക്ക് പറയാം. ദസ് സിഗ്മ I equal to 1 to infinity ai equal to limit n tends to infinity sigma I equal to 1 to n ai which is equal to limit n tends to infinity ഇതെന്ന് പറഞ്ഞാൽ എസ് എൻ ആണ്, which is equal to s, and s is called the sum of the above series. അപ്പോൾ സീരീസിന്റെ സമ്മ് കാണാനും നമുക്ക് പറ്റും. സമ്മ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റ് ആയിരിക്കും. അപ്പൊ ആ സമ്മ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കൺവേർജന്റ് എന്ന് പറയും. അപ്പൊ സീരീസ് കൺവേർജന്റ്. അപ്പൊ ഇഫ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് ദ എബോവ് സീരീസ് ഡസ് നോട്ട് കൺവേർജ് വി സേ ദാറ്റ് ദ സീരീസ് ഡൈവേഴ്സ്. അപ്പൊ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയും ദ സീരീസ് ഡൈവേർജസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൺവേർജൻസും ഡൈവേർജൻസും സീരീസിനെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ആണോ ഡൈവേർജ് ആണോ ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ഇനിയും ധാരാളം മെത്തേഡുകളുണ്ട്. ഒരു സീരീസ് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കൺവേർജൻസ് ഡൈവേർജൻസ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അടുത്തത് ഒരു റിമാർക്കാണ്. റിമാർക്ക് ഇതാണ്: ഇഫ് ദ സീരീസ് സിഗ്മ I equal to 1 to infinity ai converges, then the series sigma I equal to k to infinity ai converges for any k greater than 1. എന്നുവെച്ചാൽ നമ്മൾ ഈ സീരീസിൽ എന്ത് ചെയ്യുക, കെ വരെയുള്ള എലമെന്റ്സ്, കെക്ക് മുന്നേ വരെയുള്ള കേത്ത് ടേം വരെയുള്ളത് ഒഴിവാക്കി കളഞ്ഞ് ബാക്കിയുള്ള ടേമിന്റെ സീരീസ് ആ സീരീസ് എടുക്കുക. അപ്പൊ ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ഈ സീരീസ് എന്തായിരിക്കും, കൺവേർജന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നേരെ തിരിച്ച്, ഇഫ് ദ സീരീസ് സിഗ്മ I equal to k to infinity ai converges for any k greater than 1, then the series sigma I equal to 1 to infinity ai converges. അപ്പൊ നമ്മള് ഈ സീരീസിലെ കെ വരെയുള്ള കേത്ത് ടേം വരെയുള്ളത് ഒഴിവാക്കി. പിന്നെ ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ഈ സീരീസും കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ സീരീസിന്റെ ലാസ്റ്റ് കുറച്ച് ടേമുകൾ കൺവേർജന്റ് ആണ് നമുക്ക് കിട്ടിയാൽ അതിന്റെ ആ സീരീസ് ഓൾറെഡി കൺവേർജന്റ് ആയിരിക്കും. സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ലാസ്റ്റ് കുറച്ച് ടേംസും കൺവേർജന്റ് ആയി, ആ ലാസ്റ്റ് ടേമിന്റെ സീരീസും കൺവേർജന്റ് ആയിരിക്കും. അതാണ് റിമാർക്ക്. പ്രോബ്ലം ഇതാണ്: ഷോ ദാറ്റ് ദ സീരീസ് 1 plus 1/2 plus 1/2 square plus etc converges. അപ്പൊ ഇത് കൺവേർജന്റ് ആണെന്ന് ആദ്യം അറിയാൻ വേണ്ടി നമ്മൾ Sn ആണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറഞ്ഞെടുക്കുക. ഫോർ ദ ഗിവൺ സീരീസ് ദ സീക്വൻസ് Sn ഓഫ് പാർഷ്യൽ സം എന്താന്ന് എഴുതാം. പാർഷ്യൽ സംസ് is given by Sn equal to sigma k equal to 1 to n ak. ഇത് a1 a2 a3 ആയിട്ട് എടുത്ത് ചെയ്യാം. അപ്പൊ എന്തുവരും, സിഗ്മ k equal to 1 to n എന്തുവരും 1/2 raised to, ഏത് ഫോമില വരുന്നത്, ഫസ്റ്റ് ടേം 1/2 raised to 1 minus 1 അല്ലെ. സെക്കൻഡ് ടേം 1/2 raised to 2 minus 1 ആ ഫോമിലല്ലേ. അപ്പൊ 1/2 raised to k minus 1 എഴുതാം. ജനറൽ ഫോം എഴുതാൻ ആദ്യം പഠിക്കണം.
അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു n മൈനസ് 1. അതാണ് നമ്മുടെ Sn എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ Sn എന്ന് പറഞ്ഞാൽ അതിന്റെ സീക്വൻസ് കൺവേർജ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജോമെട്രിക് സീരീസ് അല്ലേ. ഈ സം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. a ഇൻറ്റു 1 മൈനസ് r എന്ന് പറഞ്ഞ ഇവിടെ 1/2 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2. എത്ര കിട്ടും? ഇവിടെ 1 മൈനസ് 1/2 റേസ് ടു n ഡിവൈഡഡ് ബൈ 1/2 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 മുകളിലേക്ക് കൊണ്ടുവന്നാൽ 2 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n. ഇന്നലെ നമ്മൾ ഓൾറെഡി ചെയ്തതാണെന്ന് തോന്നുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ 2 മൈനസ് 2/2 റേസ് ടു n എന്ന് വരും. അപ്പൊ 1/2 റേസ് ടു n മൈനസ് 1. അപ്പൊ ഇതാണ് നമുക്ക് Sn എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. Sn എന്ന് പറഞ്ഞാൽ ഇതായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി. ഇനി നമ്മൾ ഈ സീക്വൻസ് കൺവേർജന്റ് ആണോ നോക്കണം അല്ലെ. ഇതിന്റെ സീക്വൻസ് എടുക്കണം. ഈ സീക്വൻസ് എടുക്കുക. അപ്പൊ അത് കൺവേർജന്റ് ആണോ നമുക്ക് സീക്വൻസിന്റെ കൺവേർജന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ മെത്തേഡുകളുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഈ 2 എന്ന് പറഞ്ഞ സീക്വൻസ് എന്താ, നമുക്ക് ഈ എലമെന്റ് മാത്രം എടുത്താൽ മതി. ഈ എലമെന്റ് കൺവേർജന്റ് ആണോ ചെക്ക് ചെയ്താൽ മതി. 2ന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഈ സീക്വൻസ് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് 1/2 റേസ് ടു n മൈനസ് 1. നമുക്കറിയാം ഒരു r റേസ് ടു n എന്ന് പറഞ്ഞ സീക്വൻസ് അത് കൺവേർജന്റ് ആവണമെങ്കിൽ എന്താവണം? r റേസ് ടു n കൺവേർജസ് ടു 0 if 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഇഫ് r ഗ്രേറ്റർ ദാൻ 1, 1 ഇഫ് r ഈക്വൽ ടു 1, 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 1. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ r എന്ന് പറഞ്ഞ ടേം 1/2 ഓൾ റേസ് ടു n മൈനസ് 1 ആണല്ലോ. അപ്പൊ ഇവിടെ r എന്ന് പറഞ്ഞാൽ ഇത്ര 1/2 ആണ്. അപ്പൊ 1/2 എന്ന് പറയുന്നത് ഇതൊന്ന് ബോക്സിലാക്കി ഇട്ട് വെച്ചാൽ മതി അവിടെ. അപ്പൊ 1/2 എന്ന് പറയുന്നത് എന്തായാലും 1നേക്കാൾ ചെറുതാണ്, 0നേക്കാൾ വലുതാണ് അല്ലെ. 1/2 റേസ് ടു n-ന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാം. അങ്ങനെ എഴുതാം. സിൻസ് 1/2 ലെസ് ദാൻ 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 0 ലെസ് ദാൻ 1/2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് 1/2 റേസ് ടു n മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഓൾ റേസ് ടു n മൈനസ് 1. അപ്പൊ ഇതെങ്ങോട്ട് കൺവേർജ് ചെയ്യും? കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ therefore അപ്പൊ ഈ സീക്വൻസിന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 മൈനസ് 1/2 റേസ് ടു n മൈനസ് 1. അപ്പൊ 2 എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. ഇതിന്റെ ലിമിറ്റ് 0 ആണ്. അപ്പം 2 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം Sn കൺവേർജസ് ടു 2 ആണ്. അപ്പൊ നമ്മുടെ സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? 2ലോട്ട് കൺവേർജ് ചെയ്യും. അപ്പൊ നമുക്ക് എഴുതാം. Since the sequence of the sequence Sn of partial sums converges to 2, the given series is convergent കിട്ടി. and the sum എന്താ? convergent and its sum is 2. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആണ്. നമുക്ക് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റ് നോക്കുക. അത് കൺവേർജന്റ് ആണെങ്കിൽ, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയും.
ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റിനെയാണ് നമ്മൾ സീരീസിന്റെ സം എന്ന് പറയാം. ഇത്രയും കാര്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ സീരീസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര n സ്ക്വയർ എക്സെട്ര ഡൈവേർജസ്. അപ്പൊ ഈ സീരീസ് ഡൈവേർജസ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എഴുതുക. the sequence Sn of partial sums is Sn equal to sigma k equal to 1 to n ak, which is equal to 1 square plus 2 square plus 3 square plus etc plus n square. നമുക്ക് ഈ സമ്മ് നമ്മൾക്ക് അറിയാം അല്ലെ, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു എന്ന് വെച്ചാൽ ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സ്ക്വയർ, അതിന്റെ സമ്മ് അല്ലെ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്കറിയാം. ഇനി ഈ സീക്വൻസിന്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn കാണുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പൊ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ സീരീസ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഇൻഫിനിറ്റി ആവും. എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്താണ്? ഡൈവേർജന്റ് എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ ഇത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അത് ഇൻഫിനിറ്റിയിലേക്ക് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സീരീസ് അല്ല സീക്വൻസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ഹെൻസ് ദ ഗിവൺ സീരീസ് ഡൈവേർജന്റ് അല്ലെ. അപ്പൊ ഹെൻസ് ദ ഗിവൺ സീരീസ് ഡൈവേർജസ്. ഇപ്പൊ Sn എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഇവിടെ ഇത് ഇൻക്രീസിങ് സീക്വൻസ് n കൂടുന്തോറും ഇത് കൂടി പോവുള്ളൂ. അപ്പൊ അത് ഇൻഫിനിറ്റിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇൻഫിനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഡൈവേർജ് ചെയ്യുന്ന അർത്ഥം. അപ്പൊ നമ്മുടെ സീരീസും ഡൈവേർജ് ആവും.